ബംഗളൂരുവിൽ 100 കോടിയോളം രൂപയുടെ വൻ ചിട്ടിത്തട്ടിപ്പ് നടത്തിയ മലയാളി സംഘം മുങ്ങിയതായി പരാതി. ആലപ്പുഴ രാമങ്കരി സ്വദേശികളായ ടോമി എവിയും ഷൈനി ടോമിയുമാണ് ഒളിവിൽ പോയത്. 265 പേരാണ് A&A ചിറ്റ് ഫണ്ട്സ് എന്ന കമ്പനിക്കെതിരെ പരാതി നൽകിയത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേർന്നു. റഹീസ്, എന്താണ് വിശദാംശങ്ങൾ? തട്ടിപ്പിന്റെ രീതി എങ്ങനെയായിരുന്നു? ബംഗളൂരുവിലെ മലയാളികളെ അടക്കം ഉന്നമിട്ടാണോ ഈ ചിട്ടി തട്ടിപ്പ് നടത്തിയതും? സുഹൈൽ, ഈ നിക്ഷേപ തട്ടിപ്പ് പ്രധാനമായും മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ പള്ളി ലക്ഷ്യമിട്ടുകൊണ്ടും ചില മലയാളി ക്ലബ്ബുകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഷൈനിയും ഒപ്പം തന്നെ ടോമി എബിയും ഒരു വലിയ തട്ടിപ്പ്, 100 കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്തുന്നു. പക്ഷേ ഇത് തട്ടിപ്പിന്റെ ഒരു അംശം മാത്രമാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 1300ഓളം നിക്ഷേപകരിൽ 265 നിക്ഷേപകർ മാത്രം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 1000 കോടിയുടെ തട്ടിപ്പ് എന്ന് പറയുന്നത്, 100 കോടിയുടെ തട്ടിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറം ഇനിയും പരാതികൾ ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇവർ സമൂഹത്തിൽ വളരെ ഉന്നതരായിട്ടുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുമായി സൗഹൃദമുണ്ടാക്കി അവരിൽ നിന്നും നിക്ഷേപ തുക വാങ്ങി, ഒപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കൾ 100 കോടിയുടെ തട്ടിപ്പ്, പ്രത്യേകിച്ച് ചിട്ടി നടത്തിയാകുമ്പോൾ മാസം നിശ്ചിത തുക വാങ്ങിയായിരിക്കും തട്ടിപ്പ്. അതായത് ഈ സംഘം കുറച്ചധികം കാലമായി ബംഗളൂരിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ചിട്ടിയുടെ പേരിൽ. സുഹൈൽ, 30 വർഷമായി ഇവർ ബംഗളൂരുവിൽ താമസിക്കുന്നുണ്ട്. 25 വർഷമായി A&A ചിറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം ഇവർ നടത്തി വരുന്നുണ്ട്. അപ്പോൾ 25 വർഷത്തെ പാരമ്പര്യം, ട്രസ്റ്റ് ഫ്രം 2000 എന്നുള്ള രീതിയിൽ ഒരു കാർഡൊക്കെ അടിച്ച് ടൈറ്റിലൊക്കെ പോലെയാണ് ഇവർ ഈ സ്ഥാപനം നടത്തി വന്നത്. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വരെ ഈ ട്രസ്റ്റിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം പലിശ അടക്കം കൃത്യമായി ഇവർക്ക് നൽകി വന്നിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് 1.25 കോടി രൂപയുടെ വീട് 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു, കാറും ഒപ്പം തന്നെ ബൈക്കും ഒക്കെ കിട്ടിയ വിലയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ ഇവർ പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ കടന്നു കളയുകയായിരുന്നു. അതിനുശേഷം ഫോണിൽ ബന്ധപ്പെടാനാകുന്നില്ല, ചിറ്റ് ഫണ്ട്സ് തുറക്കുന്നില്ല, നിക്ഷേപകർക്ക് പണം ലഭിക്കുന്നില്ല. അങ്ങനെ ആകെ ഇവിടെ ആരെയും കാണാതായതോടുകൂടിയാണ് നാട്ടുകാർ രംഗത്ത് വരുന്നത്, നിക്ഷേപകർ രംഗത്ത് വരുന്നത്. അങ്ങനെ പിന്നീട് ഇവർ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് രക്ഷപ്പെട്ട് കളഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് പോലീസിൽ കേസ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും 265 പേർ മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇനിയും പരാതി നൽകാൻ ധാരാളം പേരുണ്ട്. അങ്ങനെ എന്തായാലും വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇവർ വിദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. സുഹൈൽ, 100 കോടി തട്ടിച്ച ചിറ്റ്സിന്റെ ടാഗ് ലൈൻ ട്രസ്റ്റ് ഫ്രം 2000 എന്നായിരുന്നു. പക്ഷെ അതിന്റെ ആ വിശ്വാസ്യതയുടെ വാലിഡിറ്റി എന്ന് പറഞ്ഞ് 2025 വരെ മാത്രം. 2025 ഈ പറയുന്ന ജൂലൈ മാസം ആകുമ്പോഴേക്കും ട്രസ്റ്റ് എന്നത് ചതിക്ക് വഴിമാറിയിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായിട്ടുണ്ട്. ബംഗളൂരുവിലെ മലയാളികളുടെ പണം കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 100 കോടിക്ക് മേൽ തട്ടിപ്പ് വരുമെന്നാണ് നിലവിലെ അനുമാനവും.